ഇന്ന് സഖാവ് പത്മകുമാറിന്റെ വസതിയിൽ ഇഡി റെയ്ഡ് ചെയ്തത് അങ്ങേയറ്റം സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. വരുന്ന നാളുകളിൽ കടകംപള്ളി സുരേന്ദ്രന്റെയും അതോടൊപ്പം തന്നെ വാസവന്റെയും ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വസതികളിലേക്ക് ഇഡി എത്തുന്ന കാലം വിദൂരമല്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇഡിയുടെ അന്വേഷണത്തെ ഞങ്ങൾ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. വരുന്ന നാളുകളിൽ സിബിഐ ഈ കേസ് അന്വേഷിക്കേണ്ടതുണ്ട്. സിബിഐ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ല എങ്കിൽ സിബിഐ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിലും വലതുപക്ഷത്തിന്റെ കാലഘട്ടത്തിലും ദേവസ്വം ബോർഡിൽ നടന്നിട്ടുള്ള ഈ സ്വർണ്ണക്കൊള്ള, ആ കൊള്ളക്കാരന്മാരെ മുഴുവൻ ജയിലിൽ അടയ്ക്കുന്നതുവരെ വിശ്രമമില്ലാതെ സമരം ചെയ്യാനും അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തി വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസം സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അങ്ങേയറ്റം പ്രതിജ്ഞാബദ്ധമാണ്. അത് ഇടതുപക്ഷം കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ കൊള്ളയും സിപിഎം നേതാക്കന്മാരുടെ കൊള്ളയും പൊതുസമൂഹത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ബിജെപിയുടെ ലക്ഷ്യം. ഇഡിയുടെ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യവും അഭ്യർത്ഥനയും അപേക്ഷയും ആവശ്യമില്ല. പക്ഷേ സിബിഐയുടെ അന്വേഷണത്തിന് ഒന്നുകിൽ സംസ്ഥാന സർക്കാർ പറയണം, അല്ലെങ്കിൽ ഹൈക്കോടതി ഉത്തരവിടണം. നിയമപരമായി അത്യാവശ്യ നിയമബോധമുള്ളവർക്ക് അറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെയാണ് എല്ലാ സ്റ്റേറ്റുകളിലും. ഒന്നുകിൽ സ്റ്റേറ്റ് ആവശ്യപ്പെടണം, അല്ലെങ്കിൽ ഹൈക്കോടതി ആവശ്യം. അത് ഞാനിപ്പോ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എനിക്കിപ്പോ കേരളത്തിന്റെ കാര്യം പറയാൻ പറ്റൂ. പിന്നെ നിയമപരമായിട്ട് ഒരു അഭിഭാഷകനാണ്. അഭിഭാഷകൻ എന്ന നിലയിൽ കുറച്ച് നിയമം അറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, സിബിഐ അന്വേഷണം ഒന്നുകിൽ ഹൈക്കോടതി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ. ഒരു ഫെഡറൽ സംസ്ഥാനത്തിന്റെ നിയമത്തിന്റെ പരിമിതികളും അതിന്റെ വ്യാപ്തിയും നന്നായിട്ട് അറിയാവുന്നവരാണ് മാധ്യമ സുഹൃത്തുക്കളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലപ്പുറം എനിക്കിതിനെക്കുറിച്ച് ഉത്തരം പറയണമെന്നില്ല. അതിനെക്കുറിച്ച് എന്ത് ഉത്തരം പ്രതീക്ഷിക്കുന്നത്? കേരളത്തിൽ മുഖ്യമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും ഒക്കെ ഇഡിയുടെയും സിബിഐയുടെയും കേന്ദ്ര ഏജൻസികളുടെയൊക്കെ അന്വേഷണത്തിന്റെ മുമ്പ് നിന്നിട്ടുള്ളൊരു ചരിത്രമുണ്ടോ? ബിജെപിയുടെ കേന്ദ്ര സർക്കാർ വരുന്നതിന് മുമ്പ് കോൺഗ്രസ് 65 വർഷക്കാലം ഇന്ത്യ ഭരിച്ചല്ലോ. ഏതെങ്കിലും ഒരു സിപിഎമ്മിന്റെ അഴിമതി ഇതുപോലെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ബിജെപി വന്നതിന് ശേഷമല്ലേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 6 മാസം ജയിലിൽ കിടന്നത്? മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇഡിയുടെ മുമ്പിൽ ചെന്ന് ചോദ്യം ചെയ്യലിന് ഇരുന്നു കൊടുക്കേണ്ടി വന്നത്? ഇതൊക്കെ ബിജെപി അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ? അതുവരെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണാത്മകമായിട്ട് കൊള്ള നടത്തിക്കൊണ്ടിരുന്ന രണ്ട് മുന്നണികളല്ലേ, കോൺഗ്രസ് മുന്നണിയും സിപിഎം മുന്നണിയും. അതിനവസാനം കുറിച്ചത് ബിജെപി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം. അതുകൊണ്ടാണല്ലോ ഇവിടെ ശബരിമല കൊള്ള നടത്തിയ ഈ കുറുവാ സംഘം, കോൺഗ്രസ് സിപിഎം കുറുവാ സംഘത്തിനെതിരെ ഒരേ ശബ്ദത്തിൽ ശക്തമായിട്ട് പ്രതികരിക്കാൻ ബിജെപിക്ക് സാധിക്കുന്നത് ആ കരുത്തുള്ളത് കൊണ്ടാണ്. അത് ഞങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. കേന്ദ്ര ഏജൻസികൾ വരും, അന്വേഷിക്കും, അകത്താക്കേണ്ടവരകത്താക്കും. ഏതൊരു സംശയവും വേണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കും, സത്യം പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് എത്തട്ടെ എന്ന്. ഓക്കെ, വേറെ എന്താ ചോദിക്കാനുള്ള? കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചല്ലോ, ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കൊടുത്ത കത്ത് പ്രകാരം തന്നെ 2 ട്രെയിനുകൾ കേരളത്തിൽ അനുവദിച്ചിട്ടുണ്ട്. 4 ട്രെയിനുകളാണ് ആകെ ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിലൂടെ കടന്നുപോകുന്ന 4 ട്രെയിനുകൾ. 2 ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കും, ഒന്ന് കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിക്കും, ഒന്ന് നാഗർകോവിലിൽ നിന്ന് ആരംഭിക്കും, മറ്റൊന്ന് തൃശ്ശൂരിൽ നിന്ന്. അങ്ങനെ 4 ട്രെയിനുകളാണ്.
തീർച്ചയായിട്ടും അത് ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങളുടെ ക്യാമ്പയിൻ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ക്യാമ്പയിൻ തന്നെയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.